ഇതില് രണ്ട് മൂന്ന് പ്രശ്നമുണ്ട്. ഒന്ന് കോടതിയുടെ നിരീക്ഷണത്തെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ പറയാം. അതിനു മുമ്പ് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചർച്ച ചെയ്തിട്ട് വേണം നമ്മൾ ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇവിടെ നിരീക്ഷകർ പറഞ്ഞിട്ടുള്ള അവരുടെ പൊളിറ്റിക്സ് വെച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യത്തെ കുറിച്ച് പറയാൻ. അവിടെ ഉത്സവ എല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ കടക്കൽ ക്ഷേത്രത്തിലും ക്ഷേത്ര കമ്മിറ്റി ഉണ്ട്, ക്ഷേത്ര അഡ്വൈസറി ബോർഡ് ഉണ്ടാവും. അതുപോലെ ഉത്സവത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രത്യേക കമ്മിറ്റിയുണ്ട്. ഉത്സവത്തിന് വേണ്ടി നിശ്ചയിക്കുന്ന കമ്മിറ്റി അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും ചേരുന്നതാണ് ആ കമ്മിറ്റി. പുറത്തുനിന്ന് വിളിച്ചു കൂട്ടുന്ന ഒരു യോഗമാണ്. ഉത്സവം നടത്തുന്നത് കരക്കാർ ഉത്സവം നടത്തും, സംഘടനകൾ ഉത്സവം നടത്തും. ഈ പ്രത്യേക ദിവസത്തെ ഉത്സവം സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായികളാണ്. എല്ലാ മതക്കാരും വിശ്വാസികളും ഒരുപക്ഷെ അപൂർവമായി ചില അവിശ്വാസികളും ഒക്കെ ചേരുന്നതാണ് ഈ വ്യാപാരികൾ. അവരെല്ലാരും കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടി അവിടെ സംഘടിപ്പിച്ചത്. അലോഷിയുടെ പാട്ട് എന്നുള്ളത് കേരളത്തിൽ അദ്ദേഹം പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് മെലഡി പ്രത്യേക രീതിയിൽ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. മലയാളത്തിലെ പാടിപ്പതിഞ്ഞ ഗാനങ്ങൾ പുതിയ സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിലാണത് പാടുന്നത്. അപ്പൊ ഒരു ഗാനം അവർ പാടുമ്പോൾ ഇത് പഴയകാല ഗാനമേള പോലെയല്ല. ലൈറ്റ്, സൗണ്ട് സെറ്റ് ചെയ്ത LED വാള് ഗായകന്റെ പശ്ചാത്തലമായിട്ട് അല്ലെങ്കിൽ ഗായികയുടെ പശ്ചാത്തലമായിട്ട് അവിടെ ഉണ്ടാകും. അപ്പൊ അവിടെ അദ്ദേഹം ധാരാളം പാട്ടുപാടി പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് 2-3 പാട്ടുകളുടെ ഡിമാൻഡ് ഉയരുകയാണ്. അത് നമ്മൾ ഏത് കച്ചേരി, സംഗീത കച്ചേരിക്ക് പോയാലും ആസ്വാദകർ ചില പ്രത്യേക രാഗങ്ങൾ ആലപിക്കാൻ ആവശ്യപ്പെടും, കീർത്തനങ്ങൾ, പദങ്ങളൊക്കെ ആലപിക്കാൻ ആവശ്യപ്പെടുമ്പോൾ പല പ്രഗത്ഭരായ ഗായകരും അതിനോട് പൊരുത്തപ്പെടും. അപ്പൊ അവിടെ കൂടിയിരുന്ന ആളുകൾ പുഷ്പനെ അറിയാമോ എന്ന പാട്ടുകൂടെ പാടാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടുകളുടെ കൂട്ടത്തിലുള്ളതാണത്. അപ്പൊ ആ പാട്ട് പാടുമ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് ചെയ്യിക്കുന്ന ആള് അതിന്റെ വിഷ്വലാണ് ഇടുന്നത്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇത് CPIM ഓ DYFI ഇവിടെ ആക്ഷേപിച്ചതുപോലെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരു പാട്ട് കൊണ്ടുവന്ന് അവിടെ അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. കാരണം അവിടെ അതിനപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാനും എടുക്കാനുമുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ക്ഷേത്രങ്ങളിൽ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഗാനമേള നടത്തിയതിന്റെ ഭാഗമായി ഇത് വന്നതാണ്. ഇത് പ്രത്യേകമായി അവിടെ കൊടി പ്രദർശിപ്പിക്കാനോ പാർട്ടി ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാനോ ഉദ്ദേശിച്ചതല്ല. കാരണം അതിനകത്തൊരു 10-60 പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. ആ പാട്ടിലൊന്നും ഈ പ്രശ്നം വന്നില്ല. അവിടെ എല്ലാം അതിനകത്തെല്ലാം വിഷ്വൽ കാണിച്ചു. പക്ഷെ പുഷ്പനെ അറിയാവുന്നുള്ള പാട്ടിൽ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്സിന്റെ ചിഹ്നങ്ങൾ വരും. അങ്ങനെയാണ് അവിടെ ഉണ്ടായി. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, കോടതി അങ്ങേക്ക് അടുത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പൊ കുറച്ചു മുമ്പ് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ, കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഇതൊരു RSSുമായി ബന്ധപ്പെട്ട ഒരു ഗണഗീതമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ലൈറ്റുകൾ താങ്കൾക്ക് പ്രതികരിക്കാനാവുമായിരുന്നു. അതിലേക്ക് വരികയാണ്. രണ്ടാമതായി കോൺഗ്രസിന്റെ ബഹുമാന്യനായ സുഹൃത്തിന്റെ ഈ വികാര വിക്ഷോഭം CPIMന്റെയും DYFIയുടെയും കൊടി കണ്ടപ്പോൾ മാത്രം ഉണ്ടായത് എന്താന്നുള്ളതാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. അതായത് പിന്നെ ഗണഗീതം പാടുന്നു പല ക്ഷേത്രങ്ങളിൽ. അതിവിടെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് കണ്ണടച്ച് നിഷേധിക്കാം. കേരളത്തിലെ യാഥാർത്ഥ്യം അതല്ല. രണ്ടാമത്, കേരളത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ കൊടി ഉത്സവ പറമ്പുകളിൽ കെട്ടുന്നുണ്ടെങ്കിൽ അത് RSSന്റെ കൊടിയാണ്. അതിനെ എങ്ങനെ ഇപ്പൊ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന 2 ദിവസമായിട്ട്? അത് സന്യാസിമാരുടെ കൊടിയാണ്. RSSന്റെ കൊടി സന്യാസിമാരുടെ കൊടി. അതിന്റെ കളറ് അങ്ങനെയാണെങ്കിൽ ചുവപ്പും പച്ചയെല്ലാം കൊണ്ടുവന്ന് അല്ലെങ്കിൽ മറ്റു കളർ കൊണ്ടുവന്ന് അമ്പലത്തിൽ കെട്ടിയാൽ അത് അംഗീകരിക്കുവോ? രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയായിട്ടല്ലേ ഇതിനെ പരിഗണിക്കുകയുള്ളൂ. ചുവപ്പ് കൊടി കെട്ടിയാൽ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയാണ്. RSS ആണ് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് RSSന്റെ കൊടി കെട്ടി അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അമ്പലത്തിന്റെ കൊടിമരത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ കൊടികളും ഔദ്യോഗികമായ ഉത്സവത്തിന് കൊടിയേറുമ്പോഴുള്ള കൊടി ഒഴിച്ച് ബാക്കി എല്ലാ കൊടികളും RSS കെട്ടുകയാണ്. ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ അയലത്തുള്ള ക്ഷേത്രത്തിലും അദ്ദേഹം നോക്കിയാൽ RSSന്റെ കൊടി കാണാം. RSSന്റെ കൊടി വരുമ്പോൾ അതിൽ പ്രതിഷേധമില്ല. കോൺഗ്രസ് RSS അക്കാര്യത്തിൽ പിന്നെ പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ആരും പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. RSS അതിനെ ന്യായീകരിക്കാൻ എനിക്ക് മനസ്സിലാവും. കോൺഗ്രസിന്റെ പ്രതിനിധി ഈ RSSന്റെ കൊടി കെട്ടുന്നതിനെ എതിർക്കാതിരിക്കുന്നതും അത് കണ്ണടച്ച് കാണുന്നതും അതിനെ ന്യായീകരിക്കുന്നതും മനസ്സിലാവുന്നില്ല. അപ്പോ RSSന്റെ കൊടി വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. നിങ്ങൾ അങ്ങനെ ബഹളം ഉണ്ടാക്കാൻ ചർച്ചയ്ക്ക് ഞാനില്ല കേട്ടോ. അങ്ങ് പറഞ്ഞപ്പോ നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ ഇടപെടില്ല. പക്ഷെ എന്റെ സമയം നിങ്ങൾ എടുക്കരുത്.
അത് ചർച്ചയുടെ മര്യാദയാണ്. ബഹളം ഉണ്ടാക്കി പിരിയാനാണെങ്കിൽ ബഹളം ഉണ്ടാക്കാം. നമ്മൾ കാര്യത്തിലേക്ക് പോവാം. അപ്പൊ മൂന്നാമത്തെ കാര്യം കോടതിയുടെ പ്രശ്നമാണ്. കോടതിയുടെ പ്രശ്നത്തിൽ ഒരു ദ്വിമുഖ സ്വഭാവം കാണിച്ചുകൂടാന്ന അഭിപ്രായക്കാരനാ നമ്മളെല്ലാവരും. എന്തുകൊണ്ട്? കോടതി പിന്നെ ക്ഷേത്രപ്പറമ്പുകളിൽ സിനിമാ ഗാനം ആലപിക്കാൻ പാടില്ല. ബഹുമാന്യപ്പെട്ട കോടതി ഈ ഉത്സവ പറമ്പുകളിൽ ഇങ്ങനെ ഒരു സമീപനം എടുത്താൽ അതിന്റെ മറ്റൊരാൾ പറയുന്നതല്ല, നമ്മളിവിടെ പാനലിൽ ഇരിക്കുന്ന പാനലിസ്റ്റുകളോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്ന പോലല്ല. കോടതിയുടെ നിരീക്ഷണം ഒരു ബൈൻഡിങ് ആയിട്ടാണ് സമൂഹം കാണുന്നത്. എന്താണ് ക്ഷേത്രപ്പറമ്പുകളിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ? അവിടെ സിനിമാ ഗാനമേള എന്ന് പറഞ്ഞാൽ എന്താ? സിനിമാ ഗാനങ്ങളാണ്. ഇനി സിനിമാ ഗാനങ്ങളിൽ തന്നെ ഏറ്റവും മനോഹരമായ ഭക്തി ഗാനങ്ങൾ കേരളത്തിൽ സംഭാവന ചെയ്താരാ? സിനിമാ പാട്ടുകളിലാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, പി ഭാസ്കരൻ മാഷിന്റെ ഏറ്റവും മനോഹരമായ ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന മനോഹരമായ പാട്ട് ഒരു ഭക്തിഗാനമാണ്. കേരളത്തിൽ എസ് ജാനകി പാടിയ അതിമനോഹരമായ ഭക്തിഗാനങ്ങളിൽ ഒന്ന് ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന പാട്ട്, വയലാർ എഴുതിയ പാട്ട്, നിത്യവിശുദ്ധയാം കന്യാമറിയമേ എന്ന പാട്ട് ദേവരായ മാഷി മ്യൂസിക് ചെയ്ത പാട്ട്. ഈ പാട്ടുകളൊക്കെ സിനിമയിൽ നിന്ന് എടുത്തിട്ടാണ് അമ്പലപ്പറമ്പുകളിൽ പാടുന്നത്. അതുപോലെ റൊമാൻറ്റിക് സോങ്ങുകളും പാടും, മെലഡി സോങ്ങുകൾ പാടും. അപ്പൊ അമ്പലപ്പറമ്പുകളിൽ നിന്ന് സിനിമാ ഗാനങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിൽ നിരക്കുന്ന ഒരു കാര്യമല്ല അത്. രണ്ടാമത്തെ കാര്യം, ഈ രാഷ്ട്രീയത്തെ CPM-ന് മാത്രമേ ഉള്ളൂ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. CPM-ന്റെ കൊടി കാണുമ്പോഴുള്ള ഈ പ്രശ്നമുള്ളത്. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു സംഘടനയുടെയും കൊടി അനുവദിക്കാൻ പാടില്ല എന്ന് നിലപാടെടുക്കാത്തത്? അതല്ലെങ്കിൽ പിന്നെ റോഡുകളിൽ, ഇപ്പൊ റോഡിൽ ഉത്സവം നടത്തുന്നു, റോഡിൽ സ്റ്റേജ് കെട്ടി ഇവിടെ CPM സ്റ്റേജ് കെട്ടിയെ കുറിച്ച് അദ്ദേഹം ആക്ഷേപിച്ചു. ഞാനൊരു 100 പടം നാളെ അദ്ദേഹത്തിന് ഇട്ട് കൊടുക്കുക. കേരളത്തിൽ ഇപ്പൊ ഉത്സവ സീസണാണ്. പക്ഷെ റോഡുകൾ കൈയടക്കി സ്റ്റേജ് കെട്ടി ഉത്സവം നടത്തുന്നതിന്റെ 100 ചിത്രം ഞാൻ ഇട്ട് കൊടുക്കുക. നിങ്ങൾ പ്രതികരിക്കുവോ? അത് സ്വാഭാവികമായിട്ട് അമ്പലത്തോട് ചേർന്നുള്ള റോഡുകളിലാണ് പല ഉത്സവങ്ങളും നടക്കുന്നത്. CPM ഒരു ബാനർ വെച്ചാൽ, ബോർഡ് വെച്ചാൽ, അതാ ഇപ്പൊ നിങ്ങൾ റോഡിൽ കൂടെ സഞ്ചരിക്കേ, പള്ളിയുടെ അമ്പലത്തിന്റെയും ദൈവങ്ങളുടെ ചിഹ്നങ്ങൾ അടങ്ങിയ ലൈറ്റുകൾ റോഡിൽ തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ആർക്കാ നിഷേധിക്കാൻ കഴിയുക? റോഡിൽ ഞങ്ങൾ ആരും അത് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ പറ്റുമോ? ഇതെല്ലാം റോഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അമ്പലപ്പറമ്പിൽ മാത്രമല്ല. അമ്പലപ്പറമ്പിനകത്ത് മാത്രമാണോ, പള്ളിപ്പറമ്പിനകത്ത് മാത്രമാണോ മൈക്ക് ഉപയോഗിക്കുന്നത്? 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ചുറ്റളവിൽ മൈക്ക് ഉപയോഗിക്കുന്നുണ്ട്. കോടതി കാണുന്നില്ലേ ഇതൊക്കെ? ഇപ്പൊ CPM-ന്റെ ഒരു കൊടി കാണുമ്പോൾ, DYFയുടെ ഒരു കൊടി കാണുമ്പോൾ മാത്രം ദേഷ്യം ഉണ്ടായാൽ മതിയോ? എന്റെ വ്യക്തിപരമായ അഭിപ്രായവും CPM-ന്റെ അഭിപ്രായവും ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും ചിഹ്നവും ആരാധനാലയങ്ങളിൽ ഒന്നും തന്നെ ഉപയോഗിച്ചു കൂടാ എന്നുള്ളത് തന്നെയാണ്. അതിൽ ഒരു തർക്കമില്ല. ഉണ്ടായ കാര്യം ഇന്നതാണ് എന്നുള്ളത് യാഥാർത്ഥ്യം. സംഭവിക്കാൻ പാടില്ല. അല്ലല്ല, ഒന്ന് പറഞ്ഞോട്ടെ. ഈ കേരളത്തിൽ എടുത്തു പറയുമ്പോ ഞങ്ങളൊക്കെ വടക്കേന്ത്യയിൽ കൂടെ യാത്ര ചെയ്യുന്ന സാർ, മധുസൂദനൻ സാർ ഇവിടെ പറഞ്ഞല്ലോ, ക്ഷേത്രങ്ങൾ പൂർണ്ണമായിട്ടും പ്രത്യേക സംഘടനകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ നോക്കൂ, എത്രയോ ക്ഷേത്രങ്ങൾ അങ്ങനെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം അമ്പലത്തിലോട്ട് വരും മാത്രം ദേഷ്യം എന്താ? ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. മഹാഭൂരിപക്ഷം വിശ്വാസികളാണ്. വിശ്വാസികളെ മാത്രമേ ഞങ്ങൾ ആരാധനാലയങ്ങൾക്ക് വിടൂ. അവിശ്വാസികളെ പറഞ്ഞ് ആരാധനാലയത്തിൽ വിടുന്നില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് എടുക്കുന്നവർ വിശ്വാസികളെ എടുക്കാറുള്ളൂ, അല്ലാത്ത ഒരാളെ എടുക്കാറില്ല. അത് CPM-നകത്ത് ആളില്ലെങ്കിൽ CPM-ന് യോജിപ്പുള്ള വേറൊരാളിനെ ഏൽപ്പിക്കുന്നേ. CPM-ന്റെ ആളുകൾ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴല്ലേ സാർ ദേവസ്വം ബോർഡിലെ കൈക്കൂലി അവസാനിച്ച് ദേവസ്വം ബോർഡിലെ നിയമനത്തിനകത്തുള്ള നടപടിക്രമങ്ങൾ സുതാര്യമായത്? പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ പേരിൽ ഇങ്ങനെ CPM-നെ കുറ്റപ്പെടുത്തുന്നത്? ദേവസ്വം മന്ത്രിയും വിശ്വാസമുള്ളവരെയാണോ എടുക്കുന്നത്? അല്ല, ദേവസ്വം മന്ത്രി വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ, അതായത് അതിന്റെ പ്രസിഡന്റ്, ദേവസ്വം മന്ത്രി ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്. ദേവസ്വം മന്ത്രി ഭരണഘടനാപരമായ ഉത്തരവാദിത്വ. ആ ദേവസ്വം മന്ത്രി കേട്ടെ, ആ ദേവസ്വം മന്ത്രി ഇവിടെ അധികാരത്തിലിരിക്കുമ്പോഴാണ് എല്ലാവരും സമ്മതിക്കും. ഈ സുധാകരൻ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ് ദേവസ്വം ബോർഡിലെ അഴിമതി ഇല്ലാതാക്കിയത്. വിശ്വാസികൾ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഭരണ സംവിധാനത്തിനാണെങ്കിൽ അവിടെ ഇത്തരം പരിപാടികൾ നടത്താൻ പറ്റില്ലല്ലോ. ഭരണഘടന അനുസൃതമായിട്ടാണ് ക്ഷേത്ര ഭരണം നടത്തുന്നതെങ്കിൽ അവിടെ ഇത്തരം ഉത്സവത്തിൽ ഇത്തരമുള്ള പരിപാടികൾ നടത്താൻ പറ്റില്ലല്ലോ, മറ്റു കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ലല്ലോ. പക്ഷെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സംഭവിക്കുന്നത് എന്താണ്? കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സംഭവിക്കുന്നത്